ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഷോപ്പുകളിൽ കൊടുക്കുന്ന XXL സൈസിൻ്റെ മെഷർമെൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട്, അതായത് ഓൾറെഡി ഇത് കട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ 100% പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ടോട്ടൽ ഒരു ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റാണ്. നിങ്ങൾ 4 ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതായത് 4-1 വെച്ചിട്ട് വേണം മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ ഇറക്കം, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് നോക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് 5 ഇഞ്ചിലാണ്. അതുപോലെ നെക്കിൻ്റെ വീതി എടുത്തിരിക്കുന്നത് ടോട്ടൽ 6 ഇഞ്ചിലാണ്. അപ്പോൾ 6ൻ്റെ പകുതി എന്ന് പറയുന്നത് 3 ഇഞ്ചിൽ വേണം എടുക്കാനായിട്ട്. ഇനി കാണിക്കുന്നത് ഷോൾഡറിൻ്റെ വീതിയാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ വീതി വന്നിരിക്കുന്നത് 5.5 ഇഞ്ചിലാണ്. നമ്മൾ സ്ലീവ്സ് ജോയിൻ ചെയ്യുന്നവിടെ 1/2 ഇഞ്ചും അതുപോലെ നെക്കിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചും കൂടി ചേർത്തിട്ടാണ് ടോട്ടൽ 5.5 ഇഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വീതി നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടോട്ടൽ വീതിയാണ് പറയുന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് വന്നിരിക്കുന്നത് ടോട്ടൽ 24 ഇഞ്ചിലാണ്. അടുത്തത് ഷേപ്പിൻ്റെ വീതിയാണ് നോക്കുന്നത്. ഷേപ്പിൻ്റെ വീതി ടോട്ടൽ തയ്യൽ തുമ്പ് അടക്കമുള്ള മെഷർമെൻറ്റാണ് പറയുന്നത്. 22 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ വീതി വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം നോക്കാം. അതായത് സ്ലിറ്റിൻ്റെ റൗണ്ട് ടോട്ടൽ വന്നിരിക്കുന്നത് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് 1 ഇഞ്ച് ഓപ്പൺ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 24 ഇഞ്ചിലാണ് സ്ലിറ്റിൻ്റെ അവിടുത്തെ വീതി നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഇറക്കം നോക്കാം. ആദ്യം തന്നെ ഷേപ്പിൻ്റെ അവിടുത്തെ ഇറക്കമാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഷേപ്പിൻ്റെ അവിടുത്തെ ഇറക്കം വന്നിരിക്കുന്നത് 15 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഷേപ്പിൻ്റെ ഇറക്കം 15 ഇഞ്ച് വരെ ഇറക്കാം കേട്ടോ. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷേപ്പായിട്ട് കിട്ടിയെന്ന് വരില്ല. ഇനി സ്ലിറ്റിൻ്റെ ഇറക്കം നോക്കാം. അതായത് ഓപ്പണിൻ്റെ ഇറക്കം XXL സൈസിന് വന്നിരിക്കുന്നത് 23 ഇഞ്ചിലാണ് കേട്ടോ. കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും XXL സൈസ് വരെയുള്ളവർക്ക് ഈ 23 ഇഞ്ചിൽ തന്നെ ഇറക്കുന്നതായിരിക്കും കൂടുതൽ വൃത്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ 23 ഇഞ്ചെന്ന് ഇതിൽ കാണിക്കുന്നത് നമുക്ക് ആ ഭാഗത്തൊരു കട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റ് 23 ഇഞ്ചിലാണ് XXL സൈസിന് ഓപ്പണിൻ്റെ ഇറക്കം വേണ്ടത്. ഇനി നമുക്ക് ടോട്ടൽ ടോപ്പിന് എടുത്തിരിക്കുന്ന ഇറക്കം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 45 ഇഞ്ചിലാണ് തയ്യൽ തുമ്പ് അടക്കം ടോപ്പിന് മൊത്തത്തിലുള്ള ഇറക്കം എടുത്തിരിക്കുന്നത്. അതായത് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചുമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 45 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ താഴ്വശത്ത് 24 ഇഞ്ചിലാണ് വീതിയും കൂടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾഡർ റൗണ്ട് നോക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒന്ന് വളച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ അളവെടുക്കുമ്പോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ആം ഹോൾഡർ റൗണ്ട് വന്നിരിക്കുന്നത് 10 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ 10 ഇഞ്ചിൽ ആം ഹോൾഡർ റൗണ്ട് എടുത്താൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കോമൺ ആയിട്ട് XXL സൈസിന് ഉപയോഗിക്കുന്ന അളവുകളാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിലാണ് കേട്ടോ കാണിച്ചത്. ഇനി ബാക്ക് പാർട്ടിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ ഇറക്കം മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ഇറക്കമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ചിലർക്ക് നല്ല ഇറക്കം കൂടുതൽ ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അതുപോലെ തന്നെ ഇറക്കം നല്ല കുറച്ചിട്ട് ഇടുന്നതായിരിക്കും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറയുന്ന അളവ് വെച്ച് നോക്കുമ്പോൾ XXL സൈസിന് 3 ഇഞ്ചിലാണ് ബാക്ക് നെക്ക് ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞ അളവുകളെല്ലാം ഒരു ഭാഗത്തെ അളവാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ബാക്ക് പീസും കൂടി കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ 4 ഫോൾഡ് ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു രീതിക്ക് കൂടി നിങ്ങളൊന്ന് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷോപ്പുകളിൽ കൊടുക്കുന്നതായതുകൊണ്ട് ഇതിൽ നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.